വന്ദേ ഭാരത് എന്ന ട്രെയിനിന്റെ പേരിലെ ഭാരത് എന്ന വാക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട് എന്ന് തന്നെ കരുതണം. വന്ദേ ഭാരതിന് നേരെ ചീറിപ്പായുന്ന ഓരോ കല്ലുകളും വരുന്നത് ഭാരത വിരുദ്ധരുടെ കയ്യിൽ നിന്നാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഭാരതത്തിന് അഭിമാനമായി മാറിയ ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാന ട്രെയിനാണ് വന്ദേ ഭാരത്. എന്നാൽ കേരളത്തിൽ കൂടി ഓടുന്ന ഓരോ വന്ദേ ഭാരത് ട്രെയിനും അപമാനിക്കപ്പെടുകയാണ്, അതും ഭാരതത്തിന്റെ പേരിൽ. ഇത്രയും പ്രബുദ്ധർ എന്ന് അവകാശപ്പെടുന്ന ഒരു നാട്ടിലാണ് ഭാരത വിരുദ്ധർ കൂടുന്നു എന്ന അപകടകരമായ ആശങ്ക വരുന്നത്. വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ വടക്കൻ കേരളത്തിൽ നിന്നും തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കല്ലേറിനെ കുറിച്ച് കോളേജ് അധ്യാപകനായി വിരമിച്ച പ്രൊഫസർ പ്രസാദ് പോൾ പങ്കുവച്ചൊരു കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. വന്ദേ ഭാരത് എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ കോഴിക്കോടിനും കണ്ണൂരിനും ഇടയിൽ വെച്ച് താൻ സഞ്ചരിച്ച ട്രെയിനിന് നേരെ കല്ലേറുണ്ടായതായി ഇദ്ദേഹം വ്യക്തമാക്കുന്നു. തൃശൂരിൽ നിന്ന് കാസർഗോഡിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നു അദ്ദേഹത്തിന് ഈ ദുരനുഭവം ഉണ്ടായത്. വന്ദേ ഭാരത് എക്സ്പ്രസിൽ യാത്ര ചെയ്യുമ്പോൾ കോഴിക്കോട് കഴിഞ്ഞാൽ ഏത് നിമിഷവും കല്ലേറുണ്ടാകും എന്നാണ് ട്രെയിനിലെ TTE പോലും പറയുന്നത് എന്നാണ് പ്രസാദ് പോൾ വ്യക്തമാക്കുന്നത്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് തുടർച്ചയായ കല്ലേറുകൾ നടക്കുന്നത് എന്ന് സഹയാത്രികരും വ്യക്തമാക്കുന്നു. എന്തിനാണ് വടക്കൻ കേരളീയർക്ക് ഇങ്ങനെ ഒരു ട്രെയിൻ എന്നും പ്രൊഫസർ പ്രസാദ് പോൾ ചോദ്യം ഉന്നയിക്കുന്നു. പ്രൊഫസർ പ്രസാദ് പോൾ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിന്റെ പുനരൂപം വായിക്കാം. എന്തിനാണ് വടക്കൻ കേരളീയർക്ക് ഇങ്ങനെ ഒരു ട്രെയിൻ? ഭാര്യയുടെ കടുത്ത നിർബന്ധം കാരണമാണ് ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാനമായ വന്ദേ ഭാരത് ട്രെയിനിൽ ഒന്ന് യാത്ര ചെയ്യാം എന്ന് വെച്ചത്. ഇന്ന് രാവിലെ തൃശൂരിൽ നിന്ന് കാസർഗോഡേക്കുള്ള യാത്രയിൽ കോഴിക്കോടിനും കണ്ണൂരിനും ഇടയിൽ എവിടെയോ വെച്ച് ട്രെയിനിലേക്ക് ആരോ വലിച്ചെറിഞ്ഞ കല്ലിൽ ഞങ്ങളിരിക്കുന്ന സീറ്റിന്റെ 2 സീറ്റ് മുന്നിലെ ചില്ല് തകർന്നു. അതുപോലെ തന്നെ മറ്റു 2 കോച്ചിലെയും ചില്ലുകൾ എറിഞ്ഞു തകർത്തു എന്നാണ് TTE പറഞ്ഞത്. കോഴിക്കോട് കഴിഞ്ഞാൽ ഏത് നിമിഷവും കല്ലേറുണ്ടാവാം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ തൊട്ടടുത്തിരുന്ന ഒരു സ്ത്രീ പറഞ്ഞത് അവർ 3 പ്രാവശ്യം യാത്ര ചെയ്തപ്പോഴും ഇത് സംഭവിച്ചു എന്നാണ്. ഇതൊരിക്കലും ഏതോ മാനസിക രോഗിയുടെ വിക്രിയയല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ ചെയ്യുന്നതാണ് എന്നാണ് പല സഹയാത്രികരും പറയുന്നത്. ഞാൻ അപ്പോൾ ആലോചിച്ചത് സത്യത്തിൽ എന്തിനാണ് വടക്കൻ കേരളീയർക്ക് ഇത്തരത്തിലുള്ള ഒരു ട്രെയിൻ എന്നാണ്. തമാശ എന്തെന്നാൽ ഈ ആക്രമണങ്ങളെല്ലാം വന്ദേ ഭാരത് ട്രെയിനോട് മാത്രമേ ഉള്ളൂ എന്നാണ്. ഇനി അതിന്റെ പേരാണോ പ്രശ്നം? ഭാരതീയരുടെ ട്രെയിൻ യാത്രയ്ക്ക് പുതിയൊരു അനുഭവമാണ് വന്ദേ ഭാരത് നൽകിയത്. ടിക്കറ്റ് നിരക്ക് അല്പം കൂടിയാലും നിലവാരമുള്ള യാത്രയാണ് വന്ദേ ഭാരതിനെ സഞ്ചാരികൾക്കിടയിൽ ഇത്രയധികം പ്രിയങ്കരമാക്കിയത്. കുറഞ്ഞ ചെലവാണ് വന്ദേ ഭാരതിലേക്ക് വിദേശ രാജ്യങ്ങളെ ആകർഷിക്കാനുള്ള മറ്റൊരു പ്രധാന കാരണം. മറ്റു രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സമാന ഫീച്ചറുകളുള്ള ട്രെയിനുകൾക്ക് സാധാരണയായി 160 മുതൽ 180 കോടി രൂപ വരെ വില വരുമ്പോൾ ഇന്ത്യ വന്ദേ ഭാരത് നിർമ്മിക്കുന്ന വളരെ കുറഞ്ഞ ചെലവിലാണ്. 120 മുതൽ 130 കോടി രൂപ വരെ മാത്രമാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വന്ദേ ഭാരതിന് ചിലവ് എന്നറിയുക. 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ വെറും 52 സെക്കൻഡ് മതി എന്നത് മറ്റൊരു ആകർഷക ഘടകം. ജപ്പാനിൽ നിർമ്മിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ ഈ വേഗത കൈവരിക്കാൻ 54 സെക്കൻഡോളം എടുക്കുന്നുണ്ട്. മറ്റു വിദേശ രാജ്യങ്ങളിൽ നിർമ്മിക്കുന്ന ട്രെയിനുകളുടെ രൂപകൽപ്പനയേക്കാൾ മികച്ചതാണ് വന്ദേ ഭാരത് ട്രെയിനുകളുടേത്. കൂടാതെ വിമാനത്തേക്കാൾ 100 ഇരട്ടി താഴ്ന്ന ശബ്ദ നിലവാരം ഉൽപ്പാദിപ്പിക്കുകയും കുറഞ്ഞ ഊർജ്ജ ഉപഭോഗവും വന്ദേ ഭാരതിന്റെ മറ്റു പ്രത്യേകതകളാണ്. പക്ഷേ ആ വന്ദേ ഭാരത് എന്ന പേരിലെ ഭാരത്, അതാണ് കേരളത്തിലുള്ളവരുടെ ഏറ്റവും വലിയ പ്രശ്നം, അതും കോഴിക്കോട് കഴിഞ്ഞാൽ. ന്യൂസ് ഡെസ്ക് കർമാസ്.